മലബന്ധം നിസ്സാരമാണോ? എനിക്ക് ഡെയിലി മോഷൻ പോകുന്നില്ല, എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ആണ്. പക്ഷെ സത്യം എന്താണ്? വെൽക്കം ടു നോ യുവർ പവൽ. എൻ്റെ പേര് ദീപ. ഞാനൊരു കൊളറക്ടൽ ആൻഡ് സ്റ്റൊമാക്കൽ ക്ലിനിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മലത്തിൽ രക്തം കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് സംസാരിച്ചു. അതിൽ പൈൽസ്, ഫിഷർ, ബ്ലീഡിംഗ് എന്നിവയുടെ കോമൺ ട്രിഗറായി കോൺസ്റ്റിപ്പേഷനും സ്ട്രെയിനിങ്ങും ഉണ്ടാകാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കോൺസ്റ്റിപ്പേഷൻ പലർക്കും കോമൺ ആണ്. പക്ഷെ അത് നിസ്സാരമായി വിട്ടാൽ പൈൽസ്, ഫിഷർ, റെക്ടൽ ബ്ലീഡിംഗ്, പെയിൻ, ബ്ലോട്ടിംഗ്, പുവർ അപ്പറ്റൈറ്റ്, ടോയ്ലറ്റിൽ പോകാനുള്ള ആൻസൈറ്റി, ഇങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും പോകാം. കോൺസ്റ്റിപ്പേഷൻ എന്താണ്? കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ വെറും ഡെയിലി മോഷൻ പോകുന്നില്ല എന്നതല്ല. നമ്മുടെ ബവൽ ഹാബിറ്റ്സ് ഓരോരുത്തർക്കും വ്യത്യാസമാണ്. ചിലർക്ക് ദിവസത്തിൽ ഒരിക്കൽ മലം പോകും, ചിലർക്ക് 2 ദിവസം കൂടുമ്പോൾ പോകും, ചിലർക്ക് ആഴ്ചയിൽ 3-4 തവണ പോകുന്നതും അവരുടെ നോർമൽ ഹാബിറ്റ്സ് ആയിരിക്കാം. പക്ഷേ സ്റ്റൂൾ സോഫ്റ്റായി, സ്ട്രെയിൻ ഇല്ലാതെ, പെയിൻ ഇല്ലാതെ, പൂർണ്ണമായും എംപ്റ്റി ആയ ഫീലിങ്ങോടെ പോകുന്നത് അത് നോർമൽ ബവൽ ഹാബിറ്റാണ്. അതായത് ഇൻകംപ്ലീറ്റ്നെസ് ഒന്നും തോന്നാതെ. എന്നാൽ ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കോൺസ്റ്റിപ്പേഷൻ. സാധാരണയായി കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുമ്പോൾ മലം ഹാർഡായി അല്ലെങ്കിൽ ലംബിയായി പോകും, അല്ലെങ്കിൽ മലം പോകാൻ അധികം സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ മലം പോകുന്ന ഫ്രീക്വൻസി കുറയുക, ടോയ്ലറ്റ് പോയിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പോയില്ല, അതായത് ഇൻകംപ്ലീറ്റ് ഫീലിംഗ് വരിക, വയർ ബ്ലോട്ടിംഗ്, ഡിസ്കംഫർട്ട്, ഹെവിനെസ് ഉണ്ടാകുക, ഇവയാണ് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രധാന സിംറ്റം. എന്തുകൊണ്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത്? പല കാരണങ്ങളുണ്ട്. ഒന്ന്, വെള്ളം കുറച്ച് കുടിക്കുന്നത്. നമ്മൾ ബവൽ ഫിസിയോളജി എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രധാന ജോലി വെള്ളം അബ്സോർവ് ചെയ്യുക എന്നതാണ്. നിങ്ങൾ വളരെ കുറച്ച് വെള്ളം കുടിക്കുന്ന ആളാണെങ്കിൽ സ്റ്റൂൾ ലാർജ് ബവൽ വഴി പോകുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ വെള്ളം അബ്സോർവ് ചെയ്യപ്പെടാം. അപ്പോൾ സ്റ്റൂൾ ഡ്രൈ ആയി ഹാർഡായി പോകാം. 2, ഫൈബർ കുറവ്. ഫൈബർ സ്റ്റൂളിന് ബൾക്ക് നൽകാൻ സഹായിക്കുന്നു. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഹോൾ ഗ്രെയിൻസ്, പൾസസ് എന്നിവ കഴിക്കുന്നത് സ്റ്റൂൾ സോഫ്റ്റ് ആക്കി വയ്ക്കാനും ബവൽ മൂവ്മെന്റ് സപ്പോർട്ട് ചെയ്യാനും സഹായിക്കും. ഫൈബർ കുറയുമ്പോൾ സ്റ്റൂൾ ഹാർഡാകാനും കോൺസ്റ്റിപ്പേഷൻ വരാനും വളരെയധികം സാധ്യതയുണ്ട്. 3, ഫിസിക്കൽ ആക്ടിവിറ്റി കുറവ്. നമ്മുടെ ബവൽ കണ്ടന്റ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നത് ബവൽ മൂവ്മെന്റ് കൊണ്ടാണ്. അതിനെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് എന്ന് പറയുന്നു. ഈ മൂവ്മെന്റ് കുറവായ ലൈഫ് സ്റ്റൈൽ, ദിവസം മുഴുവൻ ഇരിക്കുന്നത്, എക്സസൈസ് കുറവ്, ഇതൊക്കെ ബവൽ മൂവ്മെന്റിനെ സ്ലോ ആക്കാം. 4, ടോയ്ലറ്റ് അവേഴ്സ് സപ്രസ് ചെയ്യുന്നത്. മലം പോകണമെന്ന ഫീലിംഗ് വന്നിട്ടും റിപ്പീറ്റഡ്ലി ഹോൾഡ് ചെയ്യുമ്പോൾ ബവൽ ഹാബിറ്റ് ഡിസ്റ്റർബ് ആകാം. കുറച്ച് കഴിഞ്ഞാൽ ഏർജ് തന്നെത്താൻ കുറഞ്ഞു പോകാം. അപ്പോൾ സ്റ്റൂൾ കൂടുതൽ സമയം ബവൽ ഹോൾഡ് ആവുന്നത് കൊണ്ട് അത് ഡ്രൈ ആയി പോയി കോൺസ്റ്റിപ്പേഷൻ വേഴ്സ് ആകാം. 5, സം മെഡിക്കേഷൻസ്. ചിലപ്പോൾ പെയിൻ കില്ലേഴ്സ്, ചില ആൻറ്റാസിഡ്സ്, ആൻറ്റി ഡിപ്രസൻസ് ഇവയൊക്കെ കഴിക്കുമ്പോൾ ഈ മെഡിക്കേഷൻസ് കോൺസ്റ്റിപ്പേഷൻ കാരണമാകാം. 6, സ്ട്രെസ് അഥവാ ട്രാവൽ, റുട്ടീൻ ചേഞ്ചസ്. നമ്മുടെ ബവലിനും മൈൻഡിനും കോൺസ്റ്റിപ്പേഷനുമായിട്ട് ബന്ധമുണ്ട്. സ്ട്രെസ് കൂടുമ്പോൾ ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം, ചിലർക്ക് ഡയറിയ വരാം. ട്രാവൽ അല്ലെങ്കിൽ റുട്ടീൻ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ ടോയ്ലറ്റ് ആക്സസ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എംബറാസ്മെൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ടോ ബവൽ ഹാബിറ്റ്സിനെ അഫക്റ്റ് ചെയ്യാം. കോൺസ്റ്റിപ്പേഷൻ കൊണ്ടുള്ള പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സ്റ്റൂൾ ഹാർഡായി പാസ് ചെയ്യുമ്പോൾ ഏനസിൽ ചെറിയ ടിയർ, അതായത് ചെറുതായിട്ടൊരു മുറിവ് വരാം. പക്ഷേ അതാണ് ഏനൽ ഫിഷർ. പക്ഷെ അതുണ്ടായാൽ എന്താണ് പ്രശ്നം? ഇത് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ബ്ലീഡിങ് ഉണ്ടാക്കാം. പിന്നെ സ്ട്രെയിൻ ഇങ്ങനെ കൂടുമ്പോൾ പൈൽസ് വരാം. ചിലപ്പോൾ ഇപ്പോൾ ഈ ഫിഷറൊക്കെ ഉണ്ടെങ്കിൽ റിപ്പീറ്റഡായിട്ട് സ്ട്രെയിനും ഫിഷറും ഒക്കെ വരുമ്പോൾ ഫിസ്റ്റുലയാവാം. പിന്നെ ഓൾറെഡി പൈൽസ് ഉള്ളവർക്ക് അത് വേഴ്സ് ആകാം. ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയിനും ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ പേടി തുടങ്ങാം, അല്ലെങ്കിൽ പെയിൻ ഉണ്ട് എന്ന് പേടിച്ച് നിങ്ങൾ ടോയ്ലറ്റിൽ പോകാതെ സ്റ്റൂൾ ഹോൾഡ് ചെയ്ത് വെക്കാം. അങ്ങനെ വരുമ്പോൾ കോൺസ്റ്റിപ്പേഷൻ വീണ്ടും വഷളാകും അല്ലെങ്കിൽ വേഴ്സ് ആകും. ഇതൊരു സൈക്കിൾ പോലെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ കോൺസ്റ്റിപ്പേഷനോടനുബന്ധിച്ച് ബ്ലോട്ടിംഗ്, അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്, പുവർ ആപ്പറ്റൈറ്റ്, നോസിയ ഫീലിംഗ് എന്നിവയൊക്കെ ഉണ്ടാകാം. കൂടുതൽ ദിവസങ്ങൾ കോൺസ്റ്റിപ്പേഷൻ തുടരുകയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തന്നെ ഇത് അഫക്റ്റ് ചെയ്യാം. കോൺസ്റ്റിപ്പേഷൻ ഇനി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. കോൺസ്റ്റിപ്പേഷൻ മാനേജ് ചെയ്യുന്നതിന് ആദ്യം തന്നെ ഇത് എന്തുകൊണ്ട് വരുന്നു എന്ന് കണ്ടുപിടിക്കാം. പിന്നെ ലൈഫ് സ്റ്റൈൽ മാറ്റാം. 1, നിങ്ങൾ വെള്ളം ധാരാളമായി കുടിക്കുക. 2, ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള ഫുഡുകൾ ഇൻക്രീസ് ചെയ്യുക. അതായത് വെജിറ്റബിൾ, ഫ്രൂട്ട്സ്, ഹോൾ ഗ്രെയിൻസ്, പൾസസ് എന്നിവയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഫൈബർ പെട്ടെന്ന് വളരെയധികം കൂടിയാൽ ബ്ലോട്ടിംഗ് വരാം. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഗ്രാജുവലായിട്ടും ഫൈബർ കൂട്ടുക. 3, ഡെയിലി വോക്ക് ടൈം അല്ലെങ്കിൽ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ബവൽ മൂവ്മെന്റിനെ സഹായിക്കും. 4, ടോയ്ലറ്റ് റുട്ടീൻ ഉണ്ടാക്കുക. ഒരു പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ടോയ്ലറ്റ് പോകാൻ ഒരു സമയം കൊടുക്കുക. ഒരിക്കലും റഷ് ചെയ്യരുത്. അങ്ങനെ വരുമ്പോൾ ഒരു ടോയ്ലറ്റ് ടൈം ഉണ്ടാവും. 5, ടോയ്ലറ്റിലിരിക്കുമ്പോൾ സ്ട്രെയിൻ ചെയ്യരുത്. കാലിന് താഴെ ചെറിയൊരു ഫുഡ് സ്റ്റൂൾ വെച്ച്, അതായത് മുട്ട് അല്പം ഉയർത്തിയിരിക്കുന്നത് സ്റ്റൂൾ പാസ് ചെയ്യാൻ സഹായിക്കും. 6, ഏർജ് വന്നാൽ, അതായത് നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും ഹോൾഡ് ചെയ്യരുത്. മലം പോകണമെന്ന ഫീലിംഗ് വന്നാൽ കഴിയുന്നത്ര വേഗം ടോയ്ലറ്റിൽ പോകുക. 7, റിപ്പീറ്റഡ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ സെൽഫ് മെഡിക്കേഷൻ ചെയ്യാതെ
നിങ്ങൾ നിങ്ങളുടെ GPAയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടേഴ്സിനെ കണ്ട് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് തേടുക. ലാക്സേറ്റീവ്സ് ആണെങ്കിൽ പലതരത്തിലുണ്ട്. ഏത് ടൈപ്പ് വേണമെന്നത് നിങ്ങളുടെ സിംറ്റം അനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ്. അതിന് നിങ്ങളുടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ഫ്ലാഗ് സിംറ്റംസ് അസോസിയേറ്റഡ് വിത്ത് കോൺസ്റ്റിപ്പേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. ഇതുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിത് ഇഗ്നോർ ചെയ്യരുത്. ഈ കോൺസ്റ്റിപ്പേഷനോടൊപ്പം തന്നെ ബ്ലഡ് ഇൻ സ്റ്റൂൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ പുതുതായിട്ട് കോൺസ്റ്റിപ്പേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുകയോ, പ്രത്യേകിച്ച് നിങ്ങൾ നോർമൽ പവർ ഹാബിറ്റ്സ് ഉണ്ടായിരുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുകയോ, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള വെയിറ്റ് ലോസ്, സിവിയർ അബ്ഡോമിനൽ പെയിൻ, വോമിറ്റിംഗ്, അല്ലെങ്കിൽ വയർ വളരെ വലുതായി ബ്ലോട്ടഡ് ആയിട്ടിരിക്കുകയോ, സ്റ്റൂൾ അല്ലെങ്കിൽ വിൻഡ് പാസ് ചെയ്യാൻ കഴിയാതിരിക്കുകയോ, ടയർഡ്നെസ്, ഡിസ്നസ്, ബ്രെത്ത്ലെസ്നെസ്, അനീമിയ സിംറ്റംസ്, കോൺസ്റ്റിപ്പേഷൻ ആൻഡ് ഡയറിയ മാറി മാറി വരികയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹിസ്റ്ററി ഓഫ് ക്യാൻസർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് കൂടുമ്പോൾ ബവൽ ഹാബിറ്റ്സ് മാറിയതായിട്ട് നിങ്ങൾക്ക് തോന്നുകയോ, ഇവയൊക്കെയാണ് റെഡ് സിഗ്നൽസ്. ഇവയുണ്ടെങ്കിൽ ഒരിക്കലും ദയവ് ചെയ്ത് ഇത് ഗ്യാസ് ആണെന്നോ അല്ലെങ്കിൽ വെറും സാധാ ഒരു കോൺസ്റ്റിപ്പേഷൻ ആണെന്നോ പറഞ്ഞ് നിങ്ങൾ ഡിലേ ചെയ്ത് നിങ്ങൾ UK യിലാണെങ്കിൽ GPA കാണുക. നാട്ടിലുള്ളവർ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഡോക്ടേഴ്സിനെ കണ്ട് ഇതെന്തുകൊണ്ട് വരുന്നു, കോൺസ്റ്റിപ്പേഷൻ്റെ റീസൺ, നമ്മൾ കുറച്ച് റീസൺസ് ഡിസ്കസ് ചെയ്തില്ലേ, അതിനകത്ത് ഏത് റീസൺ കൊണ്ടാണെന്ന് വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ലഭിക്കും. ഡെയിലി മോഷൻ പോകാത്തത് മാത്രമല്ല കോൺസ്റ്റിപ്പേഷൻ, നിങ്ങളുടെ നോർമൽ ബവൽ ഹാബിറ്റ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് മാറ്റം വരുന്നതിനെയാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സ്റ്റൂൾ ഹാർഡ് ആകുന്നതാണോ, സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ടോ, പെയിൻ ഉണ്ടോ, ബ്ലഡ് കാണുന്നുണ്ടോ, ബവൽ ഹാബിറ്റ് പെട്ടെന്ന് മാറിയോ, ഇവ ശ്രദ്ധിക്കുക. കോൺസ്റ്റിപ്പേഷൻ കോമൺ ആണ്, പക്ഷേ പെർസിസ്റ്റന്റ് കോൺസ്റ്റിപ്പേഷൻ, ബ്ലീഡിംഗ്, വെയിറ്റ് ലോസ്, സിവിയർ പെയിൻ, വോമിറ്റിംഗ്, ബ്ലോട്ടിംഗ്, ഇവയൊക്കെ മെഡിക്കൽ അഡ്വൈസ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ബവൽ ഹെൽത്ത് നമ്മുടെ ഓവറോൾ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. ടോയ്ലറ്റ് ഹാബിറ്റിനെ കുറിച്ച് സംസാരിക്കാൻ ആരും മടിക്കേണ്ടതില്ല. ഡോക്ടേഴ്സിനും നഴ്സസിനും അതൊക്കെ ഡെയിലി കേൾക്കുന്ന കാര്യമാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ സംസാരിച്ച എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡോക്ടറെ കണ്ട് മെഡിക്കൽ അഡ്വൈസ് തേടുക. ഞാൻ ദീപ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.